കൊച്ചി തൃക്കാക്കര ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. തൃക്കാക്കരയപ്പന് ഭക്തരുടെ തിരുമൂൽ കാഴ്ച സമർപ്പണം നടക്കുകയാണ്. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ ഓണത്തിന്റെ ഐതിഹ്യത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ തൃക്കാക്കരയപ്പന്റെ തിരുമഹോത്സവവുമായി ബന്ധപ്പെട്ട്, അതായത് തൃക്കാക്കര ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവ നാളാണ് പിന്നീട് കേരളക്കര ഒട്ടാകെ ഓണമായി ആഘോഷിക്കുന്നത് എന്ന ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ ഓണക്കാലത്തും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രമാണല്ലോ തൃക്കാക്കര. ഈ ഉത്രാടം നാളിൽ എത്രത്തോളം വിപുലമാണ് അവിടുത്തെ ചടങ്ങുകൾ? ഗൗതം, ഈ ഓണത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയാവുന്ന ക്ഷേത്രം തന്നെയാണ് തൃക്കാക്കര മഹാക്ഷേത്രം. ആ തൃക്കാക്കര മഹാക്ഷേത്രത്തിലാണ് ഓണാഘോഷങ്ങളുടെ എല്ലാം ആഘോഷങ്ങളും ഒരുമിച്ച് ചേരുന്നത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ശരിയാവുക. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരംഭിച്ചു. ഇന്ന് തിരുമുൽ കാഴ്ച ചടങ്ങാണ്. ഉത്രാട ദിനത്തിലെ തിരുമുൽ കാഴ്ച ചടങ്ങാണ് രാവിലെ നടന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉത്രാട സദ്യ നടക്കുകയാണ്. തൃക്കാക്കര ക്ഷേത്രത്തിലെ വലിയ തിരക്കാണ്. ഈ ഉത്രാട സദ്യയ്ക്കും വലിയ തിരക്കാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ക്ഷേത്രത്തിലെത്തി ഉത്രാട സദ്യയിൽ പങ്കാളികളായി തിരികെ പോവുകയും എല്ലാം തന്നെ ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വലിയൊരു ഈ ഉത്രാട സന്തോഷം. ഇല്ല ഓരോ വർഷവും വരുന്ന ആളുകളുണ്ട് കൃത്യമായി തന്നെ. ഒപ്പം തന്നെ ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നു. സംഘാടകരടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയധികം തിരക്ക് രാവിലത്തെ ഈ ചടങ്ങുകൾക്ക് ശേഷം പിന്നീട് വിവിധ ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ ഉത്രാട സദ്യയ്ക്കും നിരവധി ആളുകൾ നമസ്കാരം. നല്ല രീതിയിൽ പോണു. ഇപ്പം എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല സന്തോഷമായിട്ടാണ് പോണത്. ഇപ്പോൾ ഉത്രാടത്തിന് ഒത്തിരി പേര് വരാറുണ്ട്. 10,000 പേരോളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡെയിലി വരുന്നതാണ്. നമ്മൾ ഡെയിലി അന്നദാനം ഉണ്ടായിരുന്നു. ഉത്രാടവും തിരുവോണമായിട്ട് വിശേഷമായിട്ട് ഇലസദ്യ ഉണ്ണാനായിട്ട് എല്ലാവർക്കും പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാവരും കൂടുതൽ നേരം ആൾക്കാർ വരും. ഇലയിൽ ഉണ്ണാൻ തന്നെയായിട്ടാണ് വരുന്നത്. അതിനുവേണ്ടിയുള്ള സന്തോഷമാണ് എല്ലാവർക്കും. ഉത്രാട സദ്യ ഉത്രാട സദ്യ എന്ന് പറയുന്നത് കേരളത്തിലേക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സദ്യ തന്നെയാണ്. തിരുവോണം ഉത്രാടം എന്ന് പറയുന്നത് ഇവിടുത്തെ വിശേഷവും കൂടുതലുമാണ്. അപ്പോൾ എല്ലാവരും സദ്യ ഉണ്ണാൻ തന്നെയായിട്ട് ഇലസദ്യ ഉണ്ണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നത്. സംഘാടകരൊക്കെ നേരത്തെ തന്നെ പിന്നിലുണ്ട്. ഒത്തിരി പ്രവർത്തകരും അതുപോലെ ഒത്തിരി വിളമ്പാനായിട്ടും വാളണ്ടിയേഴ്സും എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ സഹകരണത്തോടുകൂടിയും എല്ലാവരും പോകുന്നതാണ്. ഇത്തരത്തിൽ വലിയ ഒരു തിരക്ക് വളരെ നേരത്തെ തന്നെയുള്ള ഒരുക്കങ്ങൾ എല്ലാത്തിൻ്റെയും ഒരു പരിസമാപ്തി തന്നെയാണ് ഈ ഉത്രാടം നാളിലും ഒപ്പം തന്നെ തിരുവോണ നാളിലുമുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്. അത്രയധികം ആളുകൾ ഇപ്പോഴും ഈ സദ്യ ഉത്രാട സദ്യയുടെ ഭാഗമായി മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉത്രാട സദ്യ കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി എത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. എല്ലാ തവണയും വരാറുണ്ട്? ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. പങ്കെടുത്തു. വരാറുണ്ടോ? ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഈ ഉത്രാട സദ്യയുടെ ഭാഗമായി മാറുന്നു. അതിൻ്റെ ഒരു വലിയ തിരക്ക് എല്ലായിടത്തും കാണാം. സംഘാടകർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വലിയ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതെ, ഈ പ്രാവശ്യം ആളുകൾ കൂടുതലാണ്. അതെ, ഇത്രയും മഴയുണ്ടായിട്ടും ആളുകൾ കൂടുതലാണ്. നാളെ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും. അതെ, അതിജീവിച്ച് വരും. അതൊരു നേർച്ചയാണല്ലോ. അതെ, അതൊക്കെ ഇതിൻ്റെ മെയിൻ ഭാരവാഹികൾക്ക് അറിയാമോ ക്ഷേത്രം. അതെ.
ഇത്തരത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ഉത്രാട സദ്യയിൽ പങ്കെടുക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. കാരണം ഓരോ തവണയും ഈ ഉത്രാട സദ്യയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി മടങ്ങിപ്പോയി അനുഗ്രഹം തേടുക. പ്രത്യേകിച്ച് വാമനമൂർത്തിയുടെയും എല്ലാം തന്നെ ഐതിഹ്യങ്ങളുള്ള വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം, തിരുവോണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദുവായ ഓണാഘോഷങ്ങളുടെ കേന്ദ്രബിന്ദുവായ ഒരു ക്ഷേത്രം എന്നതെല്ലാം തന്നെയാണ് തൃക്കാക്കര മഹാക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല അത്തം നാളിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ തുടങ്ങുന്ന അത്തത്തിൻ്റെ ഒരു ആഘോഷം, അത്തം നാളിൽ തുടങ്ങുന്ന അത്താഘോഷങ്ങളോടുകൂടി ആരംഭിക്കുന്ന 10 ദിവസത്തെ ആഘോഷങ്ങൾ അത് തിരുവോണം എന്ന പരിസമാപ്തിയിലേക്ക് എത്തുന്ന ആ ഒരു മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോൾ അതിൻ്റെ ഒരു വലിയ ആഘോഷ നിറവിൽ തന്നെയാണ് ഓരോ ആളുകളും ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഇത്തരത്തിൽ ഉത്രാട സദ്യയിലാണെങ്കിലും തിരുമുൽ കാഴ്ചയിലാണെങ്കിലും എല്ലാം തന്നെ പങ്കെടുക്കാൻ കഴിയുക എന്നത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ ആളുകൾക്ക് ഉള്ളത് ഒരു സന്തോഷം. അതെ അതെ, അടിപൊളിയാ സദ്യ വേണം. അതെ, ആദ്യമാണ് കേട്ടോ. കണ്ടോ? ആ കണ്ടു 9 മണിക്ക് എത്തി. തിരുമുൽ കാഴ്ച കണ്ടു, എല്ലാം നന്നായിരുന്നു. സദ്യയും കൊള്ളാം, സദ്യയും ഗംഭീരം. ഉത്രാട സദ്യ ഞാനിത് 14ാമത്തെ കൊല്ലമാണ്. 14ാമത്തെ കൊല്ലമാണ് ഉത്രാട സദ്യ കഴിക്കുന്നത്. നാളെ തിരുവോണ സദ്യയും കഴിക്കും. ഭംഗിയാണ്, മനോഹരമാണ്, എല്ലാവർക്കും സുഖകരമായിട്ട്. ഞാൻ ആര്യമ്പലത്തുകാരനാണ്. 17 വർഷമായിട്ട് വരുന്നുണ്ട്. അതെ, വരുന്നുണ്ട്. ഇവിടെ തന്നെ 4ാമത്തെ പ്രാവശ്യമാണ്, 4ാമത്തെ ദിവസമാണ് ഇന്ന് വരുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായ വർഷങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ 14ാമത്തെ വർഷമാണ് അദ്ദേഹം ഈ ഉത്രാട സദ്യയുടെ ഭാഗമായി എത്തുന്നതിനും അനുഗ്രഹീതനാകാനും എല്ലാം തന്നെ എത്തുന്നത്. അതുപോലെ ഓരോ വർഷവും അതിലേറെ വർഷങ്ങളിലായി ഉത്രാട സദ്യയിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതിന് നിരവധി ആളുകൾ ഈ സംഘാടകരായ എല്ലാം തന്നെ ഈ കൃത്യമായി അവരുടെ തിരക്കുകളിലുമാണ്. ഗൗതം.